ആദ്യം തന്നെ എറണാകുളത്തേക്കാണ്. എറണാകുളം ബിഷപ്പ് ഹൌസിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് പ്രതിരോധം തകർത്ത് വൈദികർ ബിഷപ്പ് ഹൌസിലേക്ക് കടന്നു. ബിഷപ്പ് ഹൌസിലേക്ക് പ്രതിഷേധക്കാരും വൈദികരും തള്ളിക്കയറുകയായിരുന്നു. ADMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയ്ക്കിടയിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറി. കാലിലും പിടിച്ച് മൃഗീയമായിട്ട് വലിച്ചടിച്ചുകൊണ്ടുവന്നു. ഇവരൊരു പ്രതിരോധം തീർത്തില്ല, വലിച്ചടച്ചുകൊണ്ട് വന്നു. ഈ അച്ഛന്റെ തിരുവസ്ത്രങ്ങൾ പച്ചയ്ക്ക് വലിച്ചൂരിയത് അതിന് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു കാപട്യവും ഇല്ല, ഒരു മാനിപ്പുലേഷനും ഇല്ല. ആ വ്യക്തമായ ദൃശ്യങ്ങൾ ഇപ്പം മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ പറ, ഇതിൽ എത്രമാത്രം കിരാതത്വം ഉണ്ട്, എത്രമാത്രം മനുഷ്യത്വ ഇല്ലായ്മയുണ്ടെന്ന്. എന്ത് ചെയ്തിട്ടാണ് ഉറങ്ങി കിടന്നിട്ടോ? സമാധാനത്തോടെ സ്വന്തം മോർക്ക് ഉറങ്ങി കിടന്നിട്ടോ? ഒരു പരിധിയില്ലേ? ഒരു മനുഷ്യത്വം വേണ്ടേ? ഒരു മനുഷ്യനല്ലേ? ഒരു ന്യായമായ കോസ്റ്റിന് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. സമരം എങ്ങനെ ചെയ്യുന്നത്? ആരോഗ്യപരമായ ചർച്ച, ആരോഗ്യപരമായ സംവാദം, നേർക്ക് നേരെ കൺഫ്രണ്ട് ചെയ്യുക. അവരുടെ പോലീസിനോട് തല്ലിക്കൽ എവിടത്തെ മര്യാദയാണ്? എവിടത്തെ ജനാധിപത്യമാണ്? ഏത് മാനവികതയാണ്? അത് കാണിച്ചവിടെ ഇന്ന് വെളുപ്പിനെ കാണിച്ച ഈ കിരാതത്വത്തിന്റെ, ഈ കിരാതമായ നരവേട്ടയുടെ ബാക്കി പത്രമാണ് ഇന്നിവിടെ കണ്ട ഈ കാഹളം, ഈ ആൾക്കൂട്ടം, ഈ ബഹളം. CCTV വിഷ്വൽസ് നോക്കിയാൽ കാണും എങ്ങനെയാണ് കൊണ്ടുവന്നത്. അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വ്യക്തമായിട്ട് കാണാം. ദൈവം സഹായിച്ച് 2 CCTVയിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ലൈവായിട്ടുള്ള ദൃശ്യങ്ങളാണ്. മാധ്യമപ്രവർത്തകരെ ഒക്കെ അവിടെ നിന്ന് തള്ളി മാറ്റുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, രാവിലെ മുതൽ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമാണ്. ഇപ്പോൾ ADMുമായി ചർച്ച നടക്കുന്ന സാഹചര്യത്തിലും പുറത്തിവിടെ തർക്കവും സംഘർഷവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പറയും. പൊതുവെ ഈ പോലീസ് നടപടിയിലായിരുന്നല്ലോ വിഷ്ണു. ഇത്രയും പ്രതിഷേധം വരുന്ന പോലീസ് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അവിടുന്ന് മാറ്റുകയാണോ? വൈദികർ പ്രധാനമായും ഉന്നയിച്ചത് ഒന്നില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം, അല്ലാത്ത പക്ഷം അവർക്ക് ഈ ബിഷപ്പ് ഹൗസിന് അകത്തിരുന്ന് സമരം ചെയ്യാനുള്ള അനുവാദം നൽകണമെന്നതായിരുന്നു. എന്നാൽ ADM ആ ഒരു അനുവാദം നൽകിയില്ല. അത് സാധ്യമല്ല എന്നുള്ള നിലപാടാണ് ADMന്റെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ചയിൽ അതൊരു തീരുമാനമായത്. അപ്പോൾ അതിനെ ചൊല്ലി ഇത്തരം 21 വൈദികരും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നുള്ള വിവരം ഇവരെ ADMനെ അറിയിക്കുന്നു. എന്നാൽ പിന്നീട് അപ്പോൾ തന്നെ ഈ കൂടുതലായിട്ടുള്ള വൈദികർ, 100ഓളം വരുന്ന വൈദികർ ഇവിടെ പള്ളിയുടെ പുറത്ത്, ബിഷപ്പ് ഹൗസിന് പുറത്ത് കൂട്ടം കൂടിയിരുന്നു. അപ്പോൾ അവരെല്ലാവരും അകത്തോട്ട് കയറി അത്തരത്തിൽ അവർ 21 പേരും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളെയും കൂടി അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം അവരും ഉന്നയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് പ്രതിഷേധം ഇരുന്ന വൈദികരുടെ അടുത്തോട്ട് പോയത്. അവിടേക്ക് വന്ന മാധ്യമപ്രവർത്തകരെയാണ് ഇപ്പോൾ അവർ തള്ളി പുറത്തോട്ട് മാറ്റുന്ന ഒരു നിലയിലോട്ട് കാര്യം എത്തിയത്. ഏതായാലും ചർച്ചകൾ അതിൽ ഒരു തീരുമാനം ആയില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ വരെ ഈ പ്രതിഷേധക്കാർ കയർക്കുന്ന ഒരു സമീപനത്തിലോട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഗേറ്റിന് വെളിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. ഇന്ന് രാവിലെ മുതൽ ഈ സമരം ആരംഭിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസുമായി അടക്കം ഉണ്ടായിരുന്നു. ഇവർ പോലീസ് ഇവർ വലിച്ചെടുക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുമാണ്. ഇവരുടെ നിരന്തരമായൊരു ആവശ്യത്തിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ടോടെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെയാണ് ഈ ADM സ്ഥലത്തെത്തിയത്. ADM കളക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ADM സ്ഥലത്തെത്തുകയും അതിനുശേഷം അവരുമായൊരു ചർച്ച നടത്തുകയുമായിരുന്നു. എന്നാൽ ആ ചർച്ചയിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലോട്ട് കാര്യങ്ങൾ നടന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ ചർച്ച അവസാനിച്ചിട്ടുണ്ടോ വിഷ്ണു? നമ്മൾ അവിടെ നിന്ന് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, വിശ്വാസികൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയൊരു പ്രതിഷേധമാണല്ലോ. ഇടയ്ക്ക് വെച്ചിട്ടൊരു അയവ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ചർച്ചയുടെ ഒരു തലം എങ്ങനെയായിരുന്നു? പ്രധാനമായും ADM നേരിട്ട് എത്തിയായിരുന്നു ഈ ചർച്ച നയിച്ചിരുന്നത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരും വൈദികരുടെ പക്ഷത്തു നിന്നുള്ള 2 പ്രതിനിധികളും അതുപോലെ തന്നെ അൽമായ മുന്നേറ്റത്തിൽപ്പെട്ട ഈ പ്രതിഷേധം നടത്തിയ വിശ്വാസികളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവർ ചേർന്നാണ് ഇത്തരത്തിലൊരു ചർച്ച നടത്തി വന്നിരുന്നത്. എന്നാൽ ആ ചർച്ചയിൽ ഒരു തീരുമാനമായില്ല എന്നത് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ. അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ നമ്മൾക്കെതിരെയും ഒരു
കയ്യേറ്റത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും ഈ വിമതർ എന്ന് പറഞ്ഞ് അച്ഛന്മാരെ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളൊരു ആവശ്യമാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ 21ഓളം വരുന്ന അച്ഛന്മാർ വൈദികർ ഇവിടെ സമരം ഇരുന്നു. അവർക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ട്. കാലിലും കൈക്കും അടക്കം പരിക്കേറ്റ വൈദികർ ഈ പള്ളി കോമ്പൗണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നുള്ളൊരു ആവശ്യം അവർ ഇവർക്ക് പോലീസിന് മുന്നിലോട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ആ ആവശ്യം നടപ്പിലാക്കുകയാണെങ്കിൽ, അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായി വന്നിരിക്കുന്ന ഈ 328 പള്ളികളാണ് ഈ അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്ക് കീഴിലുള്ളത്. അപ്പോൾ ആ പള്ളിയിലെ അടക്കമുള്ള ആ മുഴുവൻ പള്ളികളിലെയും വികാരിമാരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ജനങ്ങളും വിശ്വാസികളുമായിട്ടുള്ളവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 21 പേരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ബാക്കി വന്നിരിക്കുന്ന ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ രാവിലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇവർക്ക് ഈ 21 പേരെയും വലിച്ച് ഇഴിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിൽ ഇവർ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് ഇവരോട് ക്രൂരമായി പെരുമാറി അധികാരം ഉപയോഗിച്ച് വളരെ മൃഗീയമായ തരത്തിൽ ഇവരെ ഉപദ്രവിച്ചു എന്നുള്ള തരത്തിലടക്കം DGPക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുമുണ്ട്. അതിന് സ്ഥലത്ത് സംഘർഷം തുടരുന്നുണ്ട്. പോലീസിന്റെ അടക്കം വലിയൊരു സേനാ വിന്യാസവും ഇവിടെ ഉണ്ട്. ഇപ്പോൾ വിഷ്ണു, ഈ ചർച്ചയിലും ഒരു പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായില്ല ചർച്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നുണ്ടല്ലോ. പോസിറ്റീവായി ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നു. നമുക്ക് ആരുടെയെങ്കിലും പ്രതികരണം കിട്ടിയോ? ചർച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും പ്രതികരണം ലഭിച്ചോ? അതുപോലെ സംഘർഷാവസ്ഥ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോലീസ് ഏത് രീതിയിലായിരിക്കും ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത്? പോലീസ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തിന് ശേഷം വളരെ സംയമനത്തോടെയാണ് അവർ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. നമുക്കറിയാം, ഒത്തിരി തരത്തിൽ ഒരു മോശമായിട്ടുള്ള തലത്തിലോട്ട് മാറാൻ സാധ്യതയുള്ളതിനാൽ വൈദികരും അതുപോലെ തന്നെ വിശ്വാസികളുമായിട്ടുമുള്ള ഒരു വലിയ സമൂഹമാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. അവർ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കിയാലും ഇവർ പരമാവധി അടങ്ങി സമാധാനത്തോടെ നിൽക്കുന്ന ഒരു നിലപാടാണ് പോലീസ് ഉടനീളം ഇന്ന് രാവിലേക്ക് ശേഷം രാവിലത്തെ ദൃശ്യങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റ് സമയങ്ങളിൽ അതാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരായിട്ടുള്ളവർ എന്തായാലും രണ്ടിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ രാവിലെ മുതൽ അവർ അതേ നിലപാട് സ്വീകരിച്ചാണ് നിൽക്കുന്നത്. നേരത്തെ കളക്ടറടക്കം നിർദ്ദേശിച്ചത് ഇവരോട് കുറച്ച് സമയം തരും, അതിനുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ഇവർക്കെല്ലാം കൊടുത്തിരുന്നത്. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീടും പലതവണ പോലീസുമായി വാക്കേറ്റത്തിൽ സംഭവിക്കുന്നത്. തീർച്ചയായും മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ കാണുന്നത്. മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് വൈദികർ വിമതർ എന്ന് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അതിൽ പ്രതികരിച്ചാണ് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വിമതർ എന്ന് റിപ്പോർട്ട് ചെയ്തു, അതായത് ഈ സമരം ചെയ്യുന്ന ആളുകളെ വിമതർ എന്ന് വിളിച്ചു. അത്തരത്തിൽ വിളിക്കാൻ പാടില്ല, നേരത്തെയും മുന്നേയും അത് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രകോപിതരായി ഈ പ്രതിഷേധക്കാർ മാധ്യമപ്രവർത്തകർക്ക് എതിരെയും തിരിയുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഉണ്ടായത്. അത് ഇടപെട്ട് ശാന്തമാക്കാനാണ് പോലീസ് തീരുമാനിക്കുന്നത്. ഏതായാലും പ്രതിഷേധക്കാരായിട്ടുള്ള പ്രായമുള്ളവരടക്കമുള്ള പ്രതിഷേധക്കാരുണ്ട്. ഇപ്പോൾ ആ ഒരു പ്രതിഷേധക്കാരനായിട്ടുള്ള ആളെ പോലീസ് അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് നീക്കി കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യമാണ് കാണുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമാണെന്ന് തോന്നുന്നു. ഏതായാലും ആ വ്യക്തിയെ പോലീസ് ഈ സംഘർഷം ഉണ്ടായ സ്ഥലത്ത് നിന്ന് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അതാ പോലീസ് നടപടിയിലേക്ക് കടക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെടുത്ത് വിശ്വാസികൾ കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നടപടിയെടുത്ത വൈദികരെ, പ്രതിഷേധിക്കുന്ന വൈദികരെ വിമതർ എന്ന് പറയുന്നതിന് അത് സംബന്ധിച്ചാണ്, അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അനുകൂലിക്കുന്ന വിശ്വാസികൾ മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലിപ്പോൾ പോലീസ് നടപടിയിലേക്ക് നീങ്ങുന്നു. അവിടെ നിന്നും ആൾക്കാരെ നീക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഘർഷവും ഒക്കെയായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് അവർ പറഞ്ഞത് എന്നുകൂടി നോക്കാം. പ്രത്യേകിച്ച് പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് വൈദികർ കനത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും സംസാരിക്കുകയാണ്. പോലീസായിരുന്നോ സംശയമുണ്ട്. അതാ ഇനി ഇവർ മറ്റുള്ളവർ ആർക്കെങ്കിലും ഇവർക്ക് മദ്യം കൊടുത്തിട്ട് ഞങ്ങളെ പിടിക്കാൻ പറ്റുന്നതാണെന്ന് സംശയമുണ്ട്. മദ്യപിച്ചിട്ടൊക്കെയാണ്. ഞാൻ ചോദിച്ചു, അത് കഴിഞ്ഞപ്പോൾ മുങ്ങിയവര്. ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണോ മദ്യപിച്ചിട്ടാണോ ഞങ്ങളെ പിടിക്കാൻ പറ്റുന്നത് ചോദിച്ചു. അറസ്റ്റ് വരിക്കാൻ തന്നെ തീരുമാനം. കാരണം ഈ രൂപതയിൽ നടക്കുന്ന കൊള്ളയും അതൊക്കെ അവസാനിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇന്ന് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ നീതിയുമില്ലാതെയാണ് അവർ ചെയ്തത്.
അതുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്താ പറഞ്ഞത് അവർക്ക് അവരോട് തന്നെ ചോദിക്കണം. ഞങ്ങൾ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ്. കാരണം ഞങ്ങളോട് രാവിലെ അറസ്റ്റ് എന്നും പറഞ്ഞാണ് അവിടുന്ന് വലിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾ അവരോട് പറഞ്ഞായിരുന്നു പേപ്പർ കാണിക്കാതെ ഞങ്ങൾ വരില്ല. പക്ഷേ എന്ത് ദ്രോഹമാണ് അവിടെ കാണിച്ചേക്കണമെന്നറിയാവോ? വലിച്ചിറക്കിയൊക്കെ കൊണ്ടുപോയപ്പോ ഞാൻ തന്നെ പോലീസുകാരോട് ചോദിച്ചു, ഇത്രയും പ്രായമുള്ളവനെ കൈയും കാലിലും പിടിച്ച് വലിച്ചിട്ടാണ് പോണത്, നടുവിലൊക്കെ താങ്ങ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. പേപ്പർ ചോദിച്ചിട്ട് പേപ്പർ കാണിക്കാനില്ലായിരുന്നു.